ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 23-ാം വാക്യം വായിക്കുന്നു. പക്ഷേ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നുകളഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തെ മാത്രം വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്നവരുടെ പരീക്ഷകളുടെയും പ്രതിസന്ധികളുടെയും താഴ്വാരങ്ങളിലൂടെയുള്ള യാത്ര മാസങ്ങളും വർഷങ്ങളുമായി നീണ്ടുപോകുമ്പോൾ അവയിൽ നിന്ന് വിമോചനം നേടുവാൻ ചിലരെങ്കിലും തങ്ങളുടെ ദുർബല നിമിഷങ്ങളിൽ മനുഷ്യരെ ആശ്രയിച്ചു പോകാറുണ്ട്. തന്റെ ബാല്യത്തിൽ ദൈവം നൽകിയ ദർശനങ്ങൾ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അറിയിച്ചതുകൊണ്ട് യോസഫിനോട് സഹോദരങ്ങൾക്കെല്ലാം അസൂയ വർദ്ധിച്ച് അവനെ അവർ അടിമയായി വിറ്റു. അവനെ വിലയ്ക്കു വാങ്ങിയ പോത്തീഫറിന്റെ ഭാര്യ നിരന്തരമായി നിർബന്ധിച്ചിട്ടും അവളോടുകൂടെ ശയിക്കുവാനോ ഇരിക്കുവാനോ അവൻ കൂട്ടാക്കിയില്ല. തന്റെ യജമാനനോടുള്ള വിശ്വസ്തതയും ദൈവത്തിലുള്ള ഭക്തിയും യോസഫിനെ സമ്മാനിച്ചത് സുദീർഘമായ കാരാഗ്രഹവാസമായിരുന്നു. അത് തന്റെ യൗവനത്തെ കാർന്നു തിന്നുകൊണ്ട് മാസങ്ങളും വർഷങ്ങളും പിന്തള്ളിയ അവസ്ഥയിലാണ് തന്നോടൊപ്പം തടവിൽ കഴിഞ്ഞിരുന്ന മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകന്റെയും അപ്പക്കാരന്റെയും സ്വപ്നങ്ങളുടെ അർത്ഥം യോസഫ് അവർക്ക് വിശദീകരിച്ചു കൊടുത്തത്. പാനപാത്രവാഹകനോട് അവൻ യഥാസ്ഥാനപ്പെടുമ്പോൾ, എന്നെ ഓർത്ത് എന്നോട് ദയ കാണിക്കണമേ, എന്റെ കാര്യങ്ങൾ ഫറവോനോട് പറഞ്ഞ് എന്നെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമേ എന്ന് യോസഫ് അപേക്ഷിച്ചു. ഉൽപ്പത്തി 40:14. പക്ഷേ പാനപാത്രവാഹകൻ യോസഫിനെ മറന്നുകളഞ്ഞുവെങ്കിലും അവനെ മറക്കാത്ത ദൈവം ഫറവോന് നൽകിയ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ യോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് മിസ്രയീമിന്റെ മേലധികാരിയായി ഫറവോന്റെ കൊട്ടാരത്തിലെത്തിച്ചു. ദൈവത്തിന്റെ പൈതലേ, ദൈവം നൽകിയിരിക്കുന്ന പരീക്ഷകളിലൂടെ കടന്നുപോകുന്ന നീ അവയിൽ നിന്ന് വിമോചനം നേടുവാൻ മനുഷ്യരെ ആശ്രയിക്കാറുണ്ടോ? അവർ നിന്നെ മറന്നേക്കാം, എന്നാൽ തക്ക സമയത്ത് നിന്നെ ഓർത്ത് നിന്റെ പരീക്ഷയെ അനുഗ്രഹമാക്കി മാറ്റുന്ന യോസഫിന്റെ ദൈവമാണ് നിന്റെ ദൈവമെന്ന് നീ ഓർക്കുമോ? ഈ സമയത്ത് നിന്റെ ദൈവത്തെ നീ ഒന്നുകൂടി മുറുകെ പിടിക്കുമോ? യേശു എന്നെ സൂക്ഷിക്കും, യേശു എന്നെ രക്ഷിക്കും, യേശു എന്നെ വഴി നടത്തും. യേശു എന്നെ സൂക്ഷിക്കും, യേശു എന്നെ രക്ഷിക്കും, യേശു എന്നെ വഴി നടത്തും. ആരെന്നെ മറന്നാലും എല്ലാവരും പിന്മാറിയാലും എന്നെ മറക്കാതെ എന്നെ